മള്ളി എവിടെ പോകുന്നേ? Beach. എവിടെയാ ബീച്ച് പോകുന്നത്? ലാൻഡിനോ? Yeah. രാവിലെ സ്കൂളിൽ പോവാൻ എന്നൊക്കെ ഏറ്റവും മടിയുള്ള ആളാരാ? സ്കൂളിൽ പോകാണെങ്കിൽ ചുരുണ്ടൊന്നും കൂടി കിടന്നേനെ അല്ലേ? ട്രിപ്പിന് പോകാൻ രാവിലെ 7 മണിക്ക് റെഡിയാകുന്ന ആളാരാ ഇവിടെ? ഹലോ, എവിടെയാ പോകുന്നേ? എവിടെയാ നമ്മൾ പോകുന്നത്? നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് ലാൽഡിഡ്നോ. വെയിൽസിന്റെ ഒരു ഭാഗമാണ്. വെയിൽസിലോട്ട് കയറുമ്പോൾ എൻട്രൻസ് തന്നെയുള്ള ഒരു ബീച്ചാണ് ലാൽഡിഡ്നോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ബീച്ച്. നമ്മൾ പോയിട്ടുണ്ട്, പക്ഷെ എത്ര പോയാലും വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു ബീച്ചാണത്. നമ്മൾ ശരിക്കും ഒരു 3 day ട്രിപ്പ് ആയിരുന്നു. നമ്മൾ ഒരു ദിവസം കൊണ്ട് പോയി വരാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമുക്ക് ഇവിടുന്ന് ഒരു 2 hours 45 minutes. നമ്മൾ ഇത്രയും ദൂരം വൺ ഡേ ട്രിപ്പ് ആദ്യമായിട്ടാണ് പോകുന്നത് അല്ലേ? ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ വൺ ഡേ ട്രിപ്പ് തിരിച്ചു പോയിട്ടില്ല. നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് വ്യത്യാസം വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ലാൻഡിന്റെ വിശേഷങ്ങളുമായിട്ട് കാണാം. നമ്മളങ്ങനെ വെയിൽസിലോട്ട് കയറി. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 1 മണിക്കൂറും കൂടെ ഉണ്ട്. വെയിൽസിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ വെൽഷിലാണ് അവർ എഴുതിയേക്കുന്നത്. കൂടുതലും വളരെ കുറച്ച് ബോർഡ് മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ. ഇംഗ്ലീഷിലുണ്ടാവും ഇടയ്ക്ക്, എന്നാലും കൂടുതലും വെൽഷിലാണുള്ളത്. വെയിൽസിലോട്ട് പോവാം. ഒറ്റ അടിക്ക് തന്നെ നിർത്താതെ ലാൻഡിനോയിൽ ലാൻഡ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എല്ലാവർക്കും ടോയ്ലറ്റ് നീഡ് അങ്ങ് അറ്റത്തെത്തി നിൽക്കുന്നതായിരുന്നുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇറങ്ങി. അല്ലൂട്ടി അതുണ്ടോ മലയുടെ ഇടയ്ക്ക് ക്യാസിൽ പോലെ ഒരു സംഭവം. അത് ക്യാസിൽ തന്നെയാണോ? എന്താണത്? ഈ ലാൻഡിനോ എന്നാണ് ഇതിന്റെ പേര്, ഈ സ്ഥലത്തിന്റെ പേര്. ഇത് സ്പെല്ലിംഗ് രസമാണ് കേട്ടോ. സ്പെല്ലിംഗ് വൈസ് നമ്മൾ വായിക്കുവാണെങ്കിൽ ലെഡാഡിഡ്നോ എന്നൊക്കെ നമ്മൾ വായിച്ചു. പക്ഷെ അതിന്റെ ശരിക്കുള്ള വെൽഷ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ ലാൻഡിനോ അതാണ്. നമ്മളിപ്പോൾ ലെസ്റ്ററിൽ തന്നെ ലെസ്റ്ററിന്റെ സ്പെല്ലിംഗ് എഴുതുമ്പം ലെയ്സെസ്റ്റർ എന്നാണ് എഴുതി വരുന്നെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ലെസ്റ്റർ എന്നാണ്. അതുപോലെയാണ് ഈ ഒരു സ്ഥലം. നമ്മൾ ലാൻഡിനോയിൽ നമ്മളിപ്പോൾ ടോപ്പിലോട്ടാണ് പോകുന്നത്, ഗ്രേറ്റ് ഓം സമ്മിറ്റിലോട്ട്. ഇതിൻ്റെ താഴെ സൈഡാണ് ബീച്ച്. നമുക്ക് വണ്ടി മുകളിൽ പാർക്ക് ചെയ്യാം. നമുക്ക് കേബിൾ കാറിൽ കയറണം, അതിനുവേണ്ടിയാണ് പോകുന്നത്. കേബിൾ കാറിൽ താഴോട്ട് വരാം. പിന്നെ നമുക്ക് ഇവിടെ തിരിച്ച് ഒന്ന് ട്രാമിൽ മുകളിലോട്ട് പോകാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പിന്നെ കാറെടുത്ത് തിരിച്ച് വരാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം, ഇത് ശരിക്കും ട്രാമിൻ്റെ വഴിയും കൂടെയാണ്. ഒരു സൈഡിൽ ട്രാമിൻ്റെ ആ റെയിൽ നിങ്ങൾക്ക് കാണാം അവിടെ. കേബിൾ കാർ കയറണം. ഇതിപ്പോൾ ഇവിടെ നമുക്ക് കാണാം ട്രാമിൻ്റെ സ്റ്റേഷനാണത്. നമുക്ക് 2 സ്റ്റേഷനാണ് ശരിക്കും ഉള്ളത്. ട്രാമിന് പോകുമ്പോൾ നമുക്കത് പോകുന്ന വഴി കാണാം. നമ്മൾ ഈ ഗ്രേറ്റ് ഓം ഈ സമ്മിറ്റിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. 2 സൈഡും കടലും മലയൊക്കെ ചേർന്ന്. അത് ബൈ റോഡ് നമ്മൾ കാറിന് പോയാലും ട്രാമിന് പോയാലും ഒക്കെ ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കാണാം. ഇനി നമ്മൾ പോകുന്ന ചായ ഇനി നമ്മൾ പോകുന്ന കേബിൾ കാറാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. സെൻറ്ററിൽ അതുപോലെ തന്നെ ടോപ്പായിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റിനും സീയാണ്, കടലാണ്. ഒരു മലയുടെ നഞ്ചത്ത് നമ്മൾ നിൽക്കുന്നത് ഒരു ഐലൻഡിൽ പെട്ട പോലെയാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ. വെയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ അത്യാവശ്യം
സുഖമുള്ള വെയിലും സുഖമുള്ള തണുപ്പും. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഒരു ലൈറ്റ് ജാക്കറ്റ് ഇനഫാണ്. മാട്ടി ഓർക്കുന്നുണ്ടോ ഈ സ്ഥലം? മാട്ടി കുറേ കൂടെ കുഞ്ഞു തരുമ്പോൾ നമ്മളിവിടെ വന്നായിരുന്നു. മാട്ടി ഓർക്കുന്നില്ല? യു ഡോണ്ട് റിമെമ്പർ? ആ, ഇത് ഓർക്കാൻ ചാൻസ് ഇല്ല, കാരണം നമ്മൾ കേബിൾ കാറൊക്കെ ആയിരുന്നില്ല. പക്ഷെ ഈ ഒരു സ്ഥലം ഓർക്കുന്നുണ്ടോ? കേബിൾ കാറിൽ കയറാൻ ഓടി ചെന്നപ്പോഴേക്കും അവിടെ ഒരു 1/2 hour ചെക്കാണ്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചൂട് കാര്യങ്ങൾ, ഹൈ വിൻഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ. അപ്പോൾ ഇനി ഒരു 1/2 hour അതിൻ്റെ ചെക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു സൈഡിലോട്ട്, പിള്ളേർക്ക് ചുമ്മാ നമ്മുടെ ഇവിടെ ഉള്ള പോലെ പാർക്ക് പോലെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഒരു 3/4 മണിക്കൂറോളം ക്യൂ നിന്ന ശേഷമാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ആ സത്യം? ഇവിടെ ക്യാഷ് സെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നവർ ക്യാഷ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അവിടെ കാർഡ് റിസീവ് ചെയ്യുന്നില്ല. ഇതിനടുത്ത് നമുക്കൊരു ക്യാഷ് പോയിന്റും ഇല്ല വേറെ. അവരവരുടെ പോളിസി കാര്യങ്ങൾ, അതുപോലെ അഡൾട്ട് അല്ലെങ്കിൽ ചിൽഡ്രൻ എത്ര എമൗണ്ട് ആവും, 1 way 2 way എടുക്കാം, ഇത് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ക്യാഷ് ഓൺലി എന്നൊരു കാര്യം ഈ ഒരു കൗണ്ടറിൻ്റെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ശ്രദ്ധിക്കുകയില്ല. പക്ഷേ ഇങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു അബദ്ധം പറ്റും. ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നിങ്ങളവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും, ബ്രിട്ടനിലെ ലോങ്ങസ്റ്റ് കേബിൾ കാറാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കാറിൽ അവർ 2 adults 2 children അങ്ങനെയാണ് കയറ്റി വിടുന്നത്. അപ്പം മരിയയും മാളൂട്ടയും കൂടെ ആദ്യത്തേൽ പോയി. ഞങ്ങൾ ഇതാ അവരുടെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ക്യാഷ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കേബിൾ കാറിൽ കയറി. അങ്ങനെ ഫൈനലി നമുക്കവിടെ ഒരു മലയാളി ഫാമിലിയും തമിഴ് ഫാമിലിനെയും പരിചയപ്പെട്ടു. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ക്യാഷ് വാങ്ങി നമ്മൾ പകരം അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾക്ക് കേബിൾ കാറിൽ കയറാൻ പറ്റിയത്. അങ്ങനെ ലാൻഡിനോടെ ആ ഒരു ടോപ്പിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ്. ശരിക്കും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ ഒരു ടോപ്പിൽ നിന്ന് നമ്മൾക്ക് അറിയാം, ആ ഒരു ടൗൺ ഫുള്ള് നമുക്ക് കാണാം, ആ ഒരു ലാൻഡിനോ ഫുൾ നമുക്ക് കാണാം. പിന്നെ ഈ കേബിൾ കാറിനും ടൈമിംഗ് ഉണ്ട് കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 11 o'clock ആണോ 12 o'clock ആണോ എന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു 11 to 3 ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 3 hours 4 hours മാത്രമാണ് ഈ ഒരു കേബിൾ കാർ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ചൂട് കൂടുതലാണെങ്കിലും മഴ കൂടുതലാണെങ്കിലും ഒക്കെ ഇത് നിർത്തി വെക്കും. അതുപോലെ വിൻഡ്, അത് നമ്മുടെ ഈ കേബിൾ കാറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയതുകൊണ്ട് ആ ഒരു വിൻഡിൻ്റെ ടൈം ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇത് അവർ ഓപ്പറേറ്റ് ചെയ്യുകയില്ല. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഞങ്ങൾ വിചാരിച്ചത് ഇത് ഇപ്പം 2 way എന്ന് പറഞ്ഞാൽ വിചാരിച്ചത് ഒരു റൗണ്ട് ട്രിപ്പ് ആയിരിക്കും. അതായത് നമ്മൾ പോയി ആ കറങ്ങി അങ്ങ് തിരിച്ചു വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ അവിടെ ഇറങ്ങി വീണ്ടും അടുത്ത ക്യൂവിൽ നിന്നിട്ട് ശേഷം മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അലുത്തി ഇതാണ് ലാൻഡിനോ പിയർ. ഇവിടെ കുട്ടികൾക്ക് മുതിർന്നവർക്കുള്ള കുറേ ഫൺ ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട്. ജോയിൻ വീലുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്തതാണ്. ഇത് കണ്ടോ, താഴത്ത് കയറാനുള്ള ക്യൂ ആണ്, വലിയ ക്യൂ ആണ്. നമ്മൾ പിയർ കഴിഞ്ഞ പ്രാവശ്യം കവർ ചെയ്തതായതുകൊണ്ട് ഇത്തവണ അവിടെ പോകുന്നില്ല. പക്ഷേ ഈ ഒരു ക്യൂ കഴിഞ്ഞ് നമ്മൾ എപ്പോൾ നമുക്ക് തിരിച്ച് കേബിൾ കാറിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാൽ പിന്നെ സമയം കളയാനായിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഇതാ ലാൻഡിനോ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി. പ്രാവശ്യം ചെറിയൊരു മഴയുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2 years ago വന്നപ്പം ആ ഒരു പീക്ക് സമ്മറിലാവുന്നത്. അപ്പം നല്ല വെയിലൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു കുറേയും കൂടെ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു. ഇപ്രാവശ്യം ചെറിയൊരു മഴയുണ്ടായിരുന്നു, അതുകൊണ്ടൊരു മൂടലാണ് മൊത്തത്തിൽ. കുറച്ച് കൂടുതൽ നമ്മൾ നിൽക്കണമെന്ന് തോന്നുന്നു നമുക്ക് തിരിച്ച് കേബിൾ കാറിൽ പോകണമെങ്കിൽ.
ഒരു സൈഡിൽ കൂടി ആയിരിക്കണം മിക്കവാറും നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇറങ്ങി വരേണ്ടതെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേരമായി ക്യൂവിൽ നിൽക്കുന്നത്. ഇതാ വീണ്ടും നമ്മുടെ ബാക്കോട്ടുള്ള ക്യൂ അങ്ങ് വരെ എത്തി. പക്ഷേ എന്താണ് ക്യൂ അങ്ങ് മുമ്പോട്ട് നീങ്ങുന്നില്ല. ചെറിയൊരു മഴയൊക്കെ ആയിട്ട് അവർ ഇടയ്ക്ക് വീണ്ടും നിർത്തി വെച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് കേബിൾ കാറിൽ എന്നാൽ പിന്നെ ഇനി തിരിച്ച് പോകേണ്ടെന്ന് വെച്ചു. കാരണം നമുക്കിനി എത്ര നേരം കൂടെ നിൽക്കണം, കുറേ നേരം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ആ പിയറിൻ്റെ താഴോട്ട് സൈഡിലോട്ട് ഇറങ്ങി. അപ്പോൾ കേബിൾ കാറിൽ വന്നിറങ്ങി നമ്മൾ ആ പിയറിൻ്റെ സൈഡിലോട്ട് പോവുകയാണിപ്പോൾ. കാണാം ബാക്കിൽ. ഈ പിയറിൻ്റെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. ഇതിലങ്ങ് നമ്മൾ നേരത്തെ കണ്ടില്ല, അങ്ങ് ഒരറ്റം വരെയുണ്ട്. അവിടെ ഭയങ്കര തിരക്ക്, അങ്ങോട്ട് നമുക്ക് അടുക്കാൻ പറ്റിയില്ല. നമ്മളതിൻ്റെ സൈഡിലൂടെ ആ ഒരു ബീച്ചിൻ്റെ അങ്ങോട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ച് മുകളിലോട്ട് തന്നെ പോകണം. നമ്മൾ ട്രാമിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്രാവശ്യം. നമ്മളിപ്പോൾ ലാൻഡിനോട് ബീച്ച് സൈഡിലാണ് വന്നേക്കുന്നത്. നമ്മൾ ഗ്രേറ്റ് ഓമയിലും പിയറിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു വെതർ അല്ലാത്തതുകൊണ്ട് ആ ബീച്ച് സൈഡ് ശരിക്കും എംപ്റ്റി ആയിരുന്നു. മാത്രമല്ല അത് കാണാനും നമുക്ക് അത്രയും ഒരു ഭംഗി തോന്നിയില്ല. ഉള്ളംകല്ലുകളൊക്കെ നല്ല ഭംഗിയായി ബീച്ച് സൈഡിൽ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ടതിനേക്കാൾ ഒരുപാട് അവർ വീണ്ടും നന്നായിട്ട് കുറേയും കൂടെ ഇറക്കിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ ബീച്ച് സൈഡ് ശരിക്കും എംപ്റ്റി ആയിരുന്നു കേട്ടോ. അധികം ആൾക്കാരൊന്നും ഇല്ല എന്ന് പറയും. കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഈവനിങ് ഒരു 5:30 ആയി. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഉള്ളവരും കൂടെ പോവുകയാണ് ചെയ്തത്. നമ്മൾ 2 വർഷം മുമ്പ് പോയതിൻ്റെ 2 പിക്ചർ ഇവിടെ ആഡ് ചെയ്യണം, ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി. ഇത്രയും ഭംഗിയിൽ നമ്മൾ ആ സ്ഥലം ഒരു പ്രാവശ്യം കണ്ടിട്ട് ഇത്തവണ കാണുമ്പോൾ ആ ഒരു ഭംഗി കിട്ടിയില്ലെങ്കിലുള്ള ഒരു വിഷമമില്ലേ, അതാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ കേബിൾ കാറിൽ ഒന്നാമത്തെ കാര്യം ക്യാഷ് കയ്യിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ താഴെ വണ്ടി ഇട്ടിട്ട് വൺ സൈഡ് എടുക്കുക. മുകളിൽ കേബിൾ കാറിൽ പോയിട്ട് താഴോട്ട് ട്രാമിൽ വരുന്ന പോലെയോ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ സൈറ്റ് സീയിങ് ബസ് ഉണ്ട്, അതിലെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോയി താഴോട്ട് ഡ്രൈവ് ചെയ്ത് വരാം. അങ്ങനെയും ചെയ്യാം. കേബിൾ കാറിലോ ട്രാമിലോ കയറണം ആഗ്രഹമുള്ളവർക്കാണ് ആ ഒരു ഓപ്ഷൻ പറഞ്ഞത്. ട്രാമിൽ പോകണോ സൈറ്റ് സീയിങ് ബസ്സിൽ പോകണോ എന്നൊക്കെ ഇവിടെ രണ്ടുപേരും ഭയങ്കര ഡിസ്കഷനിലാണ്. ഇതാണ് ഇവിടുത്തെ സൈറ്റ് സീയിങ് ബസ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഗ്രേറ്റ് ടോം എക്സ്പ്ലോറർ ആണ്. അതല്ലാതെ ഈ ലാൻഡിനെ ഫുൾ കവർ ചെയ്യുന്ന സൈറ്റ് സീയിങ് ബസ്സസും ഇവിടെയുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് കാണാണ്, ഞങ്ങൾ കഴിഞ്ഞ തവണ കണ്ടില്ല, ഈ ഡോട്ടോ ട്രെയിൻസ്. ഇത് ഇപ്രാവശ്യം പോയപ്പോഴാണ് ഇവിടെ കാണുന്നത്. ഇതും ഈ ഒരു ലാൻഡിനോ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ്. കുറച്ച് സ്ലോയിൽ നമ്മുടെ ലാൻഡ് ട്രെയിനാണിത്. അങ്ങനെ ഞങ്ങൾ മഴ നനഞ്ഞ് ഗ്രേറ്റ് ഓം സബ്മിറ്റിൻ്റെ ട്രാംവേയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അവസാനം ട്രാമിന് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ദാ വരുന്നു നല്ല മഴ. പിന്നെ മഴയത്ത് ഓടി വേഗം ഈ ട്രാം സ്റ്റേഷൻ്റെ അടുത്തോട്ട് ഞങ്ങൾ എത്തി. അവിടെ വലിയ ക്യൂ ഒന്നുമില്ല, ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു സ്റ്റിൽ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ മഴവില്ലും തെളിഞ്ഞു അവിടെ. ഇതൊരു ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ മഴ ഉണ്ടെങ്കിൽ മഴ നനയാണ്ട് ഒരു കുറച്ച് പേർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ അങ്ങ് പുറത്ത് വരെ ക്യൂ ഉണ്ടായിരുന്നു. ഇത്തവണ അത്രയും കണ്ടില്ല. എല്ലാ 10 മിനിറ്റ് കൂടുമ്പോഴും ഇവിടുന്ന് ട്രാം സർവീസ് ഉണ്ട്. ഞങ്ങളിങ്ങനെ ട്രാമിൽ കയറാൻ ക്യൂ നിൽക്കുമ്പോഴേ കേബിൾ കാറിലെ ക്യൂവിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ഇവിടെ കണ്ടു. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരത് മഴയായിട്ട് കുറച്ച് നേരം നിർത്തി വെച്ചേക്കും കൂടിയായിരുന്നു. അത് കഴിഞ്ഞ് സമയം അപ്പോഴേക്കും 3 മണി കഴിഞ്ഞു. പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി അവർ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ആ കേബിൾ കാർ ക്യൂ നിന്ന ആൾക്കാർ മുഴുവൻ ഒന്നെങ്കിൽ ട്രാമിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ സൈറ്റ് സീയിങ് ബസ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവർ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേബിൾ കാർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും 100% നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റില്ല, അതിൽ കയറാൻ പറ്റുമെന്ന് ഉറപ്പില്ല. അപ്പോൾ ഈ ഒരു അതർ സർവീസസ് നമ്മൾ ഏതെങ്കിലും ചൂസ് ചെയ്ത് വെക്കണം എപ്പോഴും. നമ്മൾ ട്രാമിന് പോകുമ്പം സമ്മിറ്റ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നെങ്കിൽ നമ്മൾ ഹാഫ് വേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത ട്രാമിൽ കയറണം. ഇതിനുള്ളിൽ ചെറിയൊരു മിനിയേച്ചർ ഫോംസും ഈ ഒരു ട്രാംവേയുടെ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഹാഫ് വേ സ്റ്റേഷൻ ഈ ഒരു ഏരിയ ഒരു നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആൾക്കാർ ഇവിടെ ഇറങ്ങി ആ ഒരു സൈറ്റ് സീയിങ്ങിൽ പോലുണ്ട്. അതുകൊണ്ട് സമ്മിറ്റിലോട്ട് പോകുന്ന ആൾക്കാർ നമ്മൾ ഇവിടുന്ന് അടുത്ത ട്രാമിൽ കയറി നമ്മളിപ്പം ഗ്രേറ്റ് ടോം സ്റ്റേഷനിലോട്ട് പോവുകയാണ് മുകളിൽ. ഈ ലാൻഡിനോ ഉള്ളത് നോർത്ത് വെയിൽസിലാണ് കേട്ടോ.
വെയിൽസിൽ നമ്മൾ ട്രിപ്പ് പോകാന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് കിട്ടുക മിക്കവാറും സ്നോഡോണി അല്ലെങ്കിൽ സ്നോഡോൺ ഒക്കെ ആയിരിക്കും. ഈ ലാൻഡിഡ്നോ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹിഡൻ ജെമാണ്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ശരിക്കും. നിങ്ങൾ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഇതുപോലെ ട്രിപ്പ് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ഥലം എന്തായാലും വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് 100% ഷുവറാണ്. ഇപ്പോൾ 2 years ഒക്കെ ഞങ്ങൾ പോകുന്നൊരു സമയത്ത് ഇതുപോലെ വെയിൽസിൽ എവിടെയാണ് പോകാൻ ഒരു സ്ഥലം അന്വേഷിച്ചപ്പോൾ നമുക്ക് കൂടുതൽ റെസ്പോൺസ് കിട്ടിയത് എന്താണ്, സ്നോഡോണിയനെ കുറിച്ചൊക്കെയാണ്. പക്ഷേ നമ്മൾ വീണ്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതുപോലെ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ചെയ്ത് നോക്കി എവിടെയാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുക നോക്കിയപ്പം ഈ ഒരു ലാൻഡിഡ്നോ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലേസ് കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് ഇവിടെ വന്നതും ദാ ഇപ്പോൾ വീണ്ടും അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ലാൻഡിഡ്നോയിലെ ട്രിപ്പ് അവസാനിക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഗ്രേറ്റ് ടോമിലാണ് മെയിനായിട്ട് വന്നത്. പിന്നെ ജസ്റ്റ് ആ പിയറിൻ്റെ സൈഡിലൊന്ന് ഇറങ്ങി അതിന് ഞങ്ങൾ കേബിൾ കാറും ട്രാവലൊക്കെ ഒന്ന് കയറി അല്ലേ. ഇടയ്ക്ക് ചെറുതായിട്ട് മഴ പെയ്തു, ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കേബിൾ കാറാണെങ്കിൽ നമുക്ക് ക്യൂ നിന്ന് ഒരുപാട് സമയം, അതെ ക്യൂ നിന്ന് കുറച്ച് സമയം കുറച്ച് പോയിന്ന് അറിയാമോ. സൂപ്പർ ട്രിപ്പായിരുന്നു. മാൾട്ടി എങ്ങനെ ഇഷ്ടപ്പെട്ടു മാൾട്ടിക്ക്? റൈഡോ? ആ മാൾട്ടിക്ക് റൈഡിൽ പോകണം തോന്നി. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഈ സ്റ്റണ്ണിങ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്റ്റണ്ണിങ് വീഡിയോ അല്ല, സ്റ്റണ്ണിങ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ സ്റ്റണ്ണിങ് ലാൻഡിഡ്നോയിൽ നിന്നുള്ള ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മൾ സമ്മറിൽ ഇതുപോലെ എവിടെയൊക്കെ പോകണമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ട്രാവൽ വീഡിയോസ് ഒക്കെ അന്നേരം കാണാം. ബൈ.